ഹലോ വെൽക്കം ബാക്ക് ടു സെറിബ്രോ ലേണിംഗ്. 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ക്ലൈമറ്റ് ആൻഡ് വെതർ അല്ലെ, അതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഭാഗം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ കുറെ ഞാൻ കഴിഞ്ഞ കൊല്ലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴേക്ക് ഇപ്പൊ വരുന്ന കമന്റുകൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു, ആ വീഡിയോ ഇടാനായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലാഗ് അടിക്കുന്നത്. പക്ഷെ ഞാൻ മാക്സിമം എല്ലാ ദിവസവും ഒരു 1 hour ഒക്കെ വീഡിയോ എടുത്ത് ഞാൻ ഇടാൻ നോക്കാം കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ 2ാമത്തെ ഭാഗമാണ് ഇന്ന്. ഫസ്റ്റ് പാർട്ടില് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വരട്ടെ ഈ വീഡിയോ കാണാൻ. അപ്പൊ 1ാമത്തെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ പറഞ്ഞ ക്ലൈമറ്റ് എന്താണെന്നും വെതർ എന്താണെന്നും അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? എലമെന്റ്സ് ഓഫ് വെതർ എന്താന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു നമ്മള്? അതിന്റെ കുറച്ച് ഫാക്ടേഴ്സിലെ ടെമ്പറേച്ചറിനെ പറ്റി കൂടുതൽ പഠിക്കുവാണല്ലേ നമ്മളിപ്പോ. ഇൻസുലേഷൻ എന്താന്നും, ലോങ് വേവ്, ഷോർട്ട് വേവ്, ന്യൂക്ലിയർ ഫ്യൂഷൻ, പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് 4 അല്ലെ. എത്രയും വരെ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. അടിപൊളിയായി നമ്മള് പഠിച്ച് അവസാനിപ്പിച്ചു. ഇനി നമ്മൾ അതിന് ശേഷം വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കൂടെ പഠിക്കുവാണേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, വീഡിയോയില് ഈ സൈഡിൽ എന്നെങ്ങനെ ഫുൾ ടൈം കാണില്ല. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യം കുറച്ച് ടേമുകൾ പഠിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു പേജിൽ കുറച്ചധികം ടേംസ് വരുന്നുണ്ട്. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം ആണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, സണ്ണിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റ് എനർജിയും നമ്മൾ അബ്സോർബ് ചെയ്യില്ല അല്ലെ. കുറച്ച് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൂമി തന്നെ തിരിച്ചു വിടുന്നുണ്ട് എന്ന് പറഞ്ഞു. ലോങ് വേവ്, ഷോർട്ട് വേവ് നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ? യെസ്, ഭൂമി തിരിച്ചു വിടുന്നത് ഭയങ്കര ലേസി ആയിട്ടുള്ള ലോങ് വേവ്സ് ആണെന്ന് പറഞ്ഞാൽ നല്ല സ്ലോയിലാണ് അത് തിരിച്ചു പോകുന്നത്. അപ്പോ ഭൂമി തിരിച്ചു വിടുന്ന റേഡിയേഷൻ അതിനെന്ത് പറയും നമ്മള്? റീ റേഡിയേഷൻ ഓഫ് എനർജി എന്ന് പറയും അല്ലെ. ഏത് ഫോമിലാണ്? അപ്പൊ ഈ റീ റേഡിയേഷൻ ഓഫ് എനർജി ഏത് ഫോമിലാണ്? ലോങ് വേവിന്റെ ഫോമില്. നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഈ റേഡിയേഷൻ തിരിച്ച് റീ റേഡിയേഷൻ എന്ത് ചെയ്യും? ലോങ് വേവ്സിന്റെ രൂപത്തിൽ തിരിച്ചു പോകുന്ന പ്രക്രിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പൊ ഇങ്ങനെ തിരിച്ചു പോകുന്ന റേഡിയേഷനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഒന്നാമത്തെ ടോപ്പിക് ഇന്നത്തെ മനസ്സിലായല്ലോ. എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? ലോങ് വേവ് എന്താണെന്ന് മനസ്സിലാവാത്തവർ എന്തായാലും ഒന്നാമത്തെ ഭാഗം കണ്ടു പഠിക്കണം. ലോങ് വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന ഭയങ്കര ലേസി ആയിട്ടാണ് ഇത് പോവുക, എന്ന് വെച്ചാൽ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ സ്ലോ ആയി പോകുമ്പോ എന്തുണ്ടാവും അറിയോ? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വേറെയും കുറെ ഗ്യാസ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ എയറില്. സോ ഇങ്ങനെയുള്ള ഗ്യാസുകളൊക്കെ പോയി ഈ ലോങ് വേവ് തട്ടും. അപ്പൊ എന്തുണ്ടാവുക? അത് അബ്സോർബ് ചെയ്യും. ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്യാസുകൾ പോയി ഈ നമ്മുടെ ഭൂമി തിരിച്ചു വിട്ടിട്ടുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട്? നമ്മളല്ല, നമ്മുടെ ഭൂമിയുടെ ഉപരിതലം തിരിച്ചുവിട്ട ടെറസ്ട്രിയൽ റേഡിയേഷന്റെ അബ്സോർപ്ഷൻ ആണ്. അത് അബ്സോർബ് ചെയ്യുന്നു. ആര് അബ്സോർബ് ചെയ്യുന്നു? ബൈ ദി അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്. ഏതൊക്കെ ഗ്യാസിന്റെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഗ്യാസ് ഒക്കെ എന്ത് ചെയ്യും? ഈ നമ്മുടെ ടെറസ്ട്രിയൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഹീറ്റപ്പ് ചെയ്യും. ഈ അറ്റ്മോസ്ഫിയറിൽ ചൂട് നിലനിർത്തും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അപ്പൊ 2 ടേമുകൾ ക്ലിയർ ആയി. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത് നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓൾമോസ്റ്റ് എൻറ്റയർ എനർജി റീച്ചിങ് ദി എർത്ത് ആസ് ഇൻസുലേഷൻ ഈസ് റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ അല്ലെ. നമുക്കറിയാം അല്ലെ, ഇൻസുലേഷൻ വഴി നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് കുറച്ച് എനർജിയാണ്. അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ എനർജി എല്ലാ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തിരിച്ച് റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Thus, the surface temperature of Earth remains balanced without became extremely hot or cold. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് സംഭവിക്കുക?
ഭയങ്കര ചൂട് അല്ലെങ്കിൽ ഭയങ്കര തണവ് ഇല്ലാത്തത് ഈ പറഞ്ഞ പ്രതിഭാസം കാരണമാണ്. ഇപ്പൊ നമ്മുടെ ഭൂമി വരുന്ന എല്ലാ ഹീറ്റ് എനർജി ഇങ്ങനെ പിടിച്ചു വെക്കുകയെന്ന് വിചാരിച്ചു നോക്കിയേ, എന്തൊരു ചൂടായിരിക്കും. ഇവിടെയൊക്കെ നല്ല ഡെസേർട്ട് ആയി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ ഭയങ്കര ചൂടും ഭയങ്കര തണവൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ഒരു ഹീറ്റ് ബാലൻസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ബാലൻസിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ അതിനൊരു പേരിട്ട് വിളിക്കുവാണ് ഹീറ്റ് ബഡ്ജറ്റ്. ഓക്കെ, എന്താണ് ഭൂമിയുടെ ഹീറ്റ് ബഡ്ജറ്റ് എന്താന്ന് മനസ്സിലായല്ലോ. ഇങ്ങോട്ട് വരുന്ന എനർജി എന്ത് ചെയ്യും, നമ്മൾ തിരിച്ച് റേഡിയേറ്റ് ചെയ്യും. നമുക്ക് വേണ്ടത് മാത്രം നിലനിർത്തിക്കൊണ്ട് ഭൂമി എന്ത് ചെയ്യുന്നു, തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് ബാലൻസിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഹീറ്റ് ബഡ്ജറ്റ്, ഭൂമിയുടെ ഹീറ്റ് ബഡ്ജറ്റ്. അപ്പൊ സൈഡിൽ ഒരു പിക്ചർ ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കൂടുതൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന്. ഓക്കെ, ഡു വി ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് എനർജി ഫ്രം ദ സൺ ത്രൂ ഔട്ട് ദ ഡേ? നമുക്ക് ഒരു ദിവസേ എല്ലാ നേരവും ഒരേ എമൗണ്ട് ഓഫ് എനർജി ആണോ നമ്മുടെ സൂര്യനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ല അല്ലെ. ഒരു 9 മണിക്ക് കിട്ടിയ എനർജി ആണോ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ കിട്ടുന്നത്? അല്ല, കൂടുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് നമുക്കറിയാം. ദി സർഫസ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് gradually increases by the flow of insolation since the sun rise and attains the maximum by the noon. നമുക്കറിയാം ഒരു ഇൻസുലേഷന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു 10% ആണെന്ന് വിചാരിച്ചോ, എക്സാമ്പിൾ ആണ്. അത് ഏറ്റവും മാക്സിമം ആവും അല്ലെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ഇൻസുലേഷന്റെ ആ ഒരു അളവ്. ഇൻസുലേഷൻ എന്താന്ന് നമുക്കറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടേ. അപ്പൊ അതെന്താന്ന് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കില്ല, ഞാൻ ഇൻസുലേഷനെ പറയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്താണ് ഇൻസുലേഷൻ എന്ന്. സോ ഈ ഇൻസുലേഷന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പതിയെ പതിയെ രാവിലെ മുതൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഏറ്റവും പീക്ക് എത്തും എപ്പോ, ഉച്ചയാകുമ്പോഴത്തേനും ഏറ്റവും മാക്സിമം എത്തും. As the atmosphere is heated through various processes of heat transfer, ഏതൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഹീറ്റപ്പ് ആവുന്ന 4 മെത്തേഡുകൾ, 4 ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പറഞ്ഞ ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. അപ്പൊ ഈ 4 മെത്തേഡിലൂടെയും എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ടേക്സ് more time than the atmosphere to get heated up than the time taken for the earth's surface. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂട് പിടിക്കാനാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നതിനേക്കാളും സമയം എടുക്കുന്നത്. ഓക്കെ, thus the temperature recorded at 2 p.m. is considered at the maximum temperature of the day by the ഇത് ഈ കാലാവസ്ഥ നിരീക്ഷകർ എന്ത് ചെയ്യുന്നറിയോ, അവർ നോക്കുമ്പം 12 മണിക്കല്ലേ ശരിക്കും ഏറ്റവും കൂടുതൽ ഇൻസുലേഷൻ വരുന്ന സമയം. പക്ഷെ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഒരു 2 മണിക്ക് ആകുമ്പോഴാണ് മാക്സിമം അളവിൽ നമ്മൾ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്, നമ്മുടെ ഭൂമിയുടെ ഉപരിതലം പെട്ടെന്ന് ചൂടാവേ, അത് കഴിഞ്ഞ് കുറച്ചും കൂടി സമയം എടുത്തിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂട് പിടിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു 2 മണിക്ക് ആണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത്. The surface temperature of the earth gradually decreases in the afternoon due to decrease in intensity of insolation as well as simultaneous terrestrial radiation. എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കേ, അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ ഉണ്ടായതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. ഇപ്പൊ ഉണ്ടായത് കൂടുമായിരുന്നു, ഇനി എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് ശേഷം അത് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സൂര്യനിൽ നിന്ന് വരുന്ന ഇൻസുലേഷന്റെ അളവ് കുറയുവാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ അനുഭവപ്പെടുന്ന നമ്മുടെ ഇൻസുലേഷന്റെ അളവ് കുറയും. അങ്ങനെ ടെറസ്ട്രിയൽ റേഡിയേഷന്റെ അളവ് കുറയുന്നുണ്ട്. The earth's surface as well as the atmosphere get cooled by more energy loss through terrestrial radiation during night. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഭൂമിയുടെ സർഫസും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും കൂൾ ആയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആകുമ്പോഴത്തേനും.
Thus, the temperature recorded just before the sunrise is considered as the minimum temperature of the day. അപ്പോൾ ഒരു ദിവസത്തിലെ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ എപ്പോഴായിരിക്കും? സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുന്നത്തെ അല്ലെ? അപ്പൊ രാത്രി മുഴുവൻ ഇരുന്ന് അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ഭൂമിയുടെ ഉപരിതലവും അറ്റ്മോസ്ഫിയർ ഒക്കെ കൂൾ ആയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? സൂര്യൻ ഉദിക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള ടെമ്പറേച്ചർ ആണ് ഏറ്റവും മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു തെർമോമീറ്ററിനെ പറ്റിയിട്ടാണ്. എന്താണ് തെർമോമീറ്റർ? നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അളക്കുന്ന ഒരു ഉപകരണമാണ് തെർമോമീറ്റർ അല്ലെ? യെസ്. അപ്പൊ അങ്ങനെയുള്ള തെർമോമീറ്ററിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തെർമോമീറ്റർ ആണ് നമ്മുടെ മാക്സിമം മിനിമം തെർമോമീറ്റർ. ആ പേര് പോലെ തന്നെ ഒരു ദിവസത്തിലെ മാക്സിമം ടെമ്പറേച്ചറും ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ അളക്കാനാണ് നമ്മുടെ ഈ പറഞ്ഞ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉണ്ടാക്കുന്നത് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ രണ്ടെണ്ണം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അത് തമ്മിൽ നമ്മൾ എവിടെ കണക്ട് ചെയ്യണം? യു ഷേപ്പുള്ള ഒരു ട്യൂബ് എടുക്കുക. ഗ്ലാസ് ട്യൂബ്, യു ഷേപ്പുള്ള ഗ്ലാസ് ട്യൂബില് നമ്മുടെ ഈ രണ്ട് സാധാരണ തെർമോമീറ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞേ? ആ പേര് പോലെ തന്നെ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും റെക്കോർഡ് ചെയ്യാനാണ് ഈ ഒരു തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് അല്ലേ സാധാരണ നമുക്കറിയുന്നത്. ഈ ഡിഗ്രി സെൽഷ്യസ് പോലെ ഒരു യൂണിറ്റും കൂടി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ഫാരൻഹീറ്റ്. ഇത് നമ്മൾ ഫിസിക്സിൽ ഡീറ്റെയിൽ ആയി പഠിക്കൂട്ടാ. നിങ്ങൾക്ക് സെൽഷ്യസ് സ്കെയിൽ തന്നിട്ട് അത് ഫാരൻഹീറ്റിക്ക് ആക്കാനും കെൽവിൻ സ്കെയിലേക്ക് ആക്കാനൊക്കെ പറഞ്ഞ് നമുക്ക് ഫിസിക്സിൽ നല്ല ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഇവിടെ ചുമ്മാ ഒന്ന് പറഞ്ഞു തരികയാണ്. എന്താണ്? നമുക്ക് 2 യൂണിറ്റ് മെയിൻ ആയിട്ടുണ്ട്. ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി സ്കെയിൽ ഉണ്ട് എന്നൊക്കെ. ഈ വെള്ളത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? 0 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ ഈ 0 ഡിഗ്രി സെൽഷ്യസിനെ അതേ സെയിം വാല്യൂ തന്നെയാണ്. അത് നമ്മൾ ഫാരൻഹീറ്റില് എത്രയാണെന്നറിയോ? 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? അത് നമ്മൾ ഫാരൻഹീറ്റിലാണെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് എന്താന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കും. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ചോദിക്കൊന്നുമില്ല കേട്ടാ. അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിക്ക് ആക്കാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് സോഷ്യൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഈ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. എന്താണ്? 2 ടൈപ്പ് ടെമ്പറേച്ചർ നമുക്ക് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതിലൊന്നാമത്തെയാണ് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഡയൂർണൽ എന്നൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പൊ ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. സിമ്പിൾ. നമ്മളിപ്പോ മാക്സിമം മിനിമം തെർമോമീറ്ററിൽ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കണ്ടുപിടിച്ചു ഇല്ലേ? ഇനി ഈ മാക്സിമം ടെമ്പറേച്ചർ ഒരു 60 ഡിഗ്രി, അത്ര വേണ്ട, ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കും. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആ സ്ഥലത്ത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ മാക്സിമം 40യിൽ നിന്ന് നമുക്ക് കിട്ടിയ മിനിമം ടെമ്പറേച്ചർ 20 മൈനസ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു ടെമ്പറേച്ചറിലെ അതിനെയാണ് നമ്മൾ ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന ടെമ്പറേച്ചർ ആണ് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ അത് എന്തെങ്കിലും സ്റ്റഡീസിന് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. 2 ടൈപ്പ് ടെമ്പറേച്ചർ നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരെണ്ണം നമ്മൾ പഠിച്ചേ മാക്സിമം മൈനസ് മിനിമം ആണ്. ഇനി അടുത്തതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. എന്താണ് ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, ആ ദിവസത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ അപ്പൊ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ
അതിന്റെ കൂടെ എന്ത് കൂട്ടുക, മിനിമം ടെമ്പറേച്ചർ കൂട്ടുക. എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് പകുതി കാണാം. അത് രണ്ടും കൂട്ടിയിട്ട് പകുതി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മുടെ നേരത്തെ ആ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാക്സിമം ടെമ്പറേച്ചർ 40 ആയിരുന്നു അല്ലെ. യെസ്, എത്രയായിരുന്നു? 40 ആയിരുന്നു. അപ്പൊ ഈ 40 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മിനിമം ടെമ്പറേച്ചർ എത്ര എടുത്തിട്ടുണ്ടായിരുന്നത്? ഒരു 20 അല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 20 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാ, 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെയിലി മീൻ ടെമ്പറേച്ചർ കിട്ടും. ഇതൊന്ന് കൂട്ടി നോക്കിയേ, 60 കിട്ടില്ലേ? 60 ഡിവൈഡ് ബൈ 2, 60ന്റെ പകുതി 30. അപ്പൊ നമ്മുടെ എക്സാമ്പിളിലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? രണ്ട് ടൈപ്പ്. അപ്പൊ 2 ടൈപ്പ് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ച നമ്മുടെ 2 ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചറും കാണാൻ പറയാനിട്ടാ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. മാക്സിമം 36 ആണ്. എന്താണ് നമ്മുടെ മിനിമം ടെമ്പറേച്ചർ 28 ആണ്. ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കൊടുക്കണേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാവട്ടെ. ഓക്കെ, അപ്പൊ ഡെയിലി മീൻ ടെമ്പറേച്ചറും ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യണേ. ഓക്കെ, എന്താണ് ഐസോതേം എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. എന്താണ് ശരിക്കും ഐസോതേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ഐസോതേം എന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് ശരിക്കും ഐസോതേം? നമുക്കിപ്പോ കുറെ ടെമ്പറേച്ചർ നമ്മൾ അനലൈസ് ചെയ്തു, എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തിനാണ് നമ്മൾ അങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ നോക്കണേ? എന്തെങ്കിലും ക്ലൈമറ്റിന് വാരിയേഷൻസ് ഉണ്ടോ? ഓരോ സ്ഥലത്തും ഈ ലോകം മൊത്തത്തിലുള്ള ആ ടെമ്പറേച്ചർ വാരിയേഷൻ പഠിക്കാനും ക്ലൈമാറ്റിക് സ്റ്റഡീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ലോകമെമ്പാടുള്ള ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്ലോട്ട് ചെയ്യും. അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ പ്ലോട്ട് ചെയ്ത് എന്ത് ചെയ്യും? ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ഇമാജിനറി ലൈൻ വെച്ച് മാർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോതേം. ആ തേം എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമുക്കറിയാം ആ ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഐസോതേം മാപ്പുകൾ ഉണ്ട്. ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലോബൽ ഐസോതേം മാപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ കുറെ ലൈനുകൾ കാണാല്ലേ നിങ്ങൾക്ക് മാപ്പില്? അതെല്ലാം എന്താണ്? ഈ ഐസോതേമുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്, ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാറ്റേൺ ഓഫ് ഐസോതേം ഷോൺ ഇൻ ദ മാപ്പ് യൂണിഫോം? അങ്ങനെ നമ്മുടെ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ഐസോതേമുകൾ എല്ലായിടത്തും ഒരേപോലെയാണോ? അല്ല. എല്ലായിടത്തും ഒരേപോലെയാണോ? അല്ല. നമ്മുടെ ഇക്വേറ്ററിന്റെ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരിക്കുക? ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുക. പിന്നെ പോളുകൾക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ഭാഗത്തിൽ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഐസോതേം എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? പിന്നെ അതിനെ വരച്ചിരിക്കുന്ന ഇമാജിനറി ലൈൻസ് നമ്മൾ കണ്ട ഒരു മാപ്പ് കണ്ടു. ഐസോതേം മാപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അത് എല്ലായിടത്തും എന്തല്ല? അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് എന്തുകൊണ്ടായിരിക്കും യൂണിഫോം അല്ലാത്തത്? നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് എഫക്ട് ചെയ്യും, വിൻഡ്, ഓഷ്യൻ കറൻസ് എല്ലാം എഫക്ട് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ ഈ ടെമ്പറേച്ചർ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഐസോതേം എല്ലാം അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വരെയാണ് എടുക്കുന്നത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു, അത് ചെയ്ത് നോക്കി എന്ത് ചെയ്യണം? ആൻസർ കമന്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.